ഇന്ന് രേണുവിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്, രേണു തന്നെ പറഞ്ഞിരിക്കുന്നു, മകൻ തിരിച്ചു വന്നിട്ടില്ല. അങ്ങനെ വന്നു എന്നൊരു വാർത്ത സോഷ്യൽ മീഡിയയിലുള്ളത് അത് കളവാണ്. അപ്പോൾ 7 വയസ്സ് മുതൽ വളർത്തിക്കൊണ്ടുവന്നത് രേണുവാണ്. അപ്പോൾ ഒരു കടപ്പാടൊക്കെ ഉണ്ട്. നന്ദിയുള്ള മകനാച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെന്ന് കാണുന്നത് നല്ലതാണ്. ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രേണുവിന് ശ്രീവിദ്യയ്ക്ക് വന്നിട്ടുള്ള അതേ പ്രശ്നങ്ങൾ തന്നെയാണ് ഇപ്പോൾ രേണു അനുഭവിക്കുന്നത്. അതുകൊണ്ട് ശ്രീവിദ്യ അന്ന് ചികിത്സ ചെയ്തില്ല, രേണും ചികിത്സ ചെയ്തില്ല. രേണു എന്താ വെച്ചാൽ കുറേ കാശുണ്ടായിട്ട് ആശുപത്രി കിടക്കയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അതിനു വേണ്ടി എന്തൊക്കെയോ കാണിച്ചു, കുറേ കാശ് വന്നു. അപ്പോഴേക്കും സമയം ഒരുപാട് വൈകിട്ടാണ് കാശ് കിട്ടിയത്. ഇതല്ല തമാശ. രേണുവിന് കിട്ടിയേക്കാളും കൂടുതൽ കാശ് രേണു ഈ സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങിയപ്പോൾ വേറെ പല ചാനലുകാരും ഉണ്ടാക്കി. രേണുവിന് പോലും അത്ര കാശ് കിട്ടിയിട്ടില്ല. അതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മളിപ്പോൾ അവരൊന്നും പറഞ്ഞ് നമ്മൾ അവരെ മോശപ്പേരാക്കുന്നില്ല, അവർക്ക് തന്നെ അറിയാം. അതിലിപ്പോൾ ഒരാളൊക്കെ ഇപ്പോൾ രേണുവിൻ്റെ വീട്ടിൽ ചെന്നിട്ടുണ്ടായിരുന്നു, സാഹിബിനെ കുറച്ച് കാശൊക്കെ സഹായിച്ചു. ഇനിയുണ്ട് ഒരുപാട് വീഡിയോസ്. അപ്പോൾ അതുകൊണ്ട് അവരൊക്കെ സഹായിച്ചാൽ നല്ല കാര്യമാണ്. ഇപ്പോഴത്തെ കണ്ടീഷൻ വളരെ വളരെ മോശമാണ്. വളരെ മോശം എന്ന് പറഞ്ഞാൽ അത്ര ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് രേണു കടന്നു പോണത്. അത് രേണു തന്നെ പറയട്ടെ, അതല്ല നല്ലത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സീരിയസ് മോശമാണ്. സത്യം പറഞ്ഞാൽ ഇന്നലെ കീമോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ്. പക്ഷെ ഇന്നലെ എനിക്ക് ക്ലിപ്പ് ഇടാനുണ്ടായിരുന്നു. റൈറ്റ് ബ്രസ്റ്റിൽ ക്ലിപ്പ് ഉള്ളിലോട്ട് ഇടണമെന്നായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ഡോക്ടർ കീമോ സ്റ്റാർട്ട് ചെയ്തത്. അത് തന്നെയല്ല, പുറത്തുനിന്നൊരു മരുന്ന്, കോസ്റ്റ്ലി ആയിട്ടുള്ള മരുന്നും കൂടെ വേണമായിരുന്നു. ഇത് ആന്റിബോഡി മരുന്ന് വേണം. അപ്പൊ ഈ കീമോയുടെ കൂടെ അതും കൂടെ കൊടുക്കണമായിരുന്നു. അത് ഇച്ചിരി വലിയ കോസ്റ്റ്ലി മരുന്നാണ്. സോ അതുകൊണ്ടായിരുന്നു കീമോ ഇന്നലെ സ്റ്റാർട്ട് ചെയ്യാതിരുന്നത്. ഇന്നിപ്പോൾ സ്റ്റാർട്ട് ചെയ്യും. ചുറ്റുമുള്ള എല്ലാവരുടെയും പ്രാർത്ഥനയുള്ളത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇപ്പോഴും നിലനിൽക്കുന്നത്. പിന്നെ കുറച്ച് കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചേച്ചിയോടും ചേട്ടനോടും ഒക്കെ പറഞ്ഞു, അത് പുറത്തു വിടാൻ പറ്റത്തില്ല. രോഗിയുടെ കുറച്ച് കോൺഫിഡൻഷ്യൽ കാര്യങ്ങളാണ്, അത് എന്നോട് പോലും പറഞ്ഞില്ല. സോ അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കണം. എൻ്റെ കണ്ടീഷൻ കുറച്ച് ഇതാണ്. സോ ഇങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ. കാരണം എവിടെ നിന്നോ കിട്ടിയ ഒരു ധൈര്യം, പണ്ടേ ഉള്ളൊരു ധൈര്യത്തോടു കൂടിയാണ് ഞാൻ നിൽക്കുന്നത്. അപ്പം എന്നെ പോലെ എന്തെങ്കിലും രോഗികളായിട്ടുള്ളവരും മനപ്രയാസപ്പെടേണ്ട, നിങ്ങൾ ഹോസ്പിറ്റലിൽ കാണിക്കുക, ചികിത്സയുണ്ട്. എന്തിനും ഒരു ചികിത്സ ഇപ്പോഴത്തെ കാലത്ത് ഉള്ളതാണ്. കുറവായിരുന്നു. വേറെ ഒന്നും അല്ല, ഈ ടെൻഷൻ അറിയാലോ. ചുറ്റുമുള്ള ഒരുപാട് പേര് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ എന്നെ പറ്റി അപവാദം പറഞ്ഞെങ്കിലും പോലും ഞാൻ പതറാതെ നിന്ന് ഇപ്പോഴും ഞാൻ പതറിയില്ല. പക്ഷെ കുറച്ച് ദിവസമായിട്ട് ഈ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥത കൊണ്ടായിരിക്കണം, ഉറക്കമില്ല. അപ്പം ഇപ്പൊ ഉറക്കത്തിന് ചെറിയ ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട്, വലിയ കൂടിയതൊന്നുമല്ല, ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട്. അതും ഡോക്ടേഴ്സിന്റെ അനുവാദത്തോടു കൂടി തന്നെ അവർ പരിശോധിച്ചിട്ട് തന്നെ ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കഴിഞ്ഞ ദിവസം ഇന്നലെയാണോ ഞാൻ ഒരു പോസ്റ്റ് കണ്ട, ആദരാഞ്ജലികൾ എന്ന് പറയുന്നത്. ഇവരോടൊക്കെ എനിക്കൊന്നും പറയാനില്ല. കാരണം ഇവര് പണ്ടേ ശങ്കരൻ തെങ്ങിൽ എന്ന രീതിയിൽ അവർ വീണ്ടും വീണ്ടും അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. ഇനിയിപ്പോ ഞാൻ ശവപ്പെട്ടിക്കകത്ത് കിടക്കുന്ന ഫോട്ടോ വരെ ഇടും. അങ്ങനെയാണ് ആൾക്കാരെ വെച്ചിട്ട് അത് വരെ ഇടും. അപ്പൊ അവരെ പറ്റിയൊന്നും എനിക്ക് പറയാനില്ല. അവരോടൊക്കെ ദൈവമേ ക്ഷമിക്കണേ. അവരുടെ വീട്ടിലൊന്നും ഇങ്ങനെ വരരുതേ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ആദരാഞ്ജലികൾ, റെസ്റ്റ് ഇൻ പീസ്. എനിക്ക് കൈ ഇത്രേ പൊങ്ങത്തുള്ളൂ വേദനയാട്ടെ. റെസ്റ്റ് ഇൻ പീസ് എന്നൊക്കെ പറഞ്ഞാണ് ഇട്ടേക്കുന്നത്. അത് ഏത് മകനാണോ ഇട്ടേക്കുന്നെങ്കിൽ ആ മകനോട് എനിക്ക് യാതൊരുവിധ പ്രശ്നമില്ല. കാരണം അവന്റെ റീച്ചിന് വേണ്ടിയിട്ട് അവൻ ചെയ്തതാണ്. ആരും ഇനി ഇതുപോലെ ജീവനോടിരിക്കുന്ന ഒരു വ്യക്തിയെ പറ്റി മരിച്ചെന്ന് ഇടരുത്. മരണം എന്ന് പറയുന്നത് വളരെ ദുഃഖകരമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. അത് ഒരിക്കലും നമ്മുടെ ലൈഫിലേക്ക് പെട്ടെന്ന് കടന്നു വരല്ലേ എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സംഭവം തന്നെയാണ് മരണം. മരണതുല്യമായ രോഗം വന്ന റെസ്റ്റ് ഇൻ പീസ് എന്ന് ആദ്യമേ ഇടുന്ന മനുഷ്യരെ പറ്റി ഇതിനും കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. എന്റെ വ്ളോഗിലൂടെ പറയാനില്ല. കാരണം ഈ വ്ളോഗ് കാണുന്നവർക്കറിയാം എന്റെ അവസ്ഥ. പിന്നെ ഇതിനെ പറ്റി ഇതിനെയും കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. ഹാർട്ടിൽ അങ്ങനെ ക്യാൻസർ വരില്ല. ഞാൻ പറഞ്ഞത് ഹാർട്ടിൽ ക്യാൻസർ വരില്ലായിരിക്കാം, പക്ഷെ ഹാർട്ടിന്റെ മസിൽ, അതിന്റെ ഭിത്തിയിലേക്ക് ക്യാൻസർ വ്യാപിച്ചെന്നുള്ളത് സത്യമാണ്. അതങ്ങനെ ഈ ഒരു ക്യാൻസർ ബ്രസ്റ്റിൽ നിന്ന് ഭിത്തിയിലേക്കും പിന്നെ ലങ്സിന്റെ ചെറിയ ഭാഗത്തേക്കും, ലങ്സിൽ ചെറിയൊരു സ്കാർ പോലെയാണ് വന്നേക്കുന്നത്. ഹാർട്ടിന്റെ ഭിത്തിയിലേക്ക് വ്യാപിച്ചു. അപ്പൊ ഈ പറയുന്നവർക്കല്ലല്ലോ അസുഖം, ഞാൻ അനുഭവിക്കുന്ന അസുഖമല്ല. ഇപ്പൊ എനിക്കതല്ലേ പറയാൻ പറ്റത്തുള്ളൂ, ഉള്ള കാര്യമല്ലേ പറയാൻ പറ്റത്തുള്ളൂ. ഒരു നേഴ്സ് വരാത്തിട്ടേക്കുന്ന ഹാർട്ടിൽ വ്യാപിക്കത്തില്ലെന്ന്. ശരിയായിരിക്കും, ഹാർട്ടിൽ വ്യാപിക്കത്തില്ല. ഇത്രയും ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമായതുകൊണ്ടാണ് രേണുവിനോട് എല്ലാ കാര്യങ്ങളും തുറന്ന് ഡോക്ടർ സംസാരിക്കാത്തത്, ബന്ധുക്കളോട് സംസാരിക്കുന്നത്. അപ്പോൾ അത്രയും സീരിയസ് ആണ്. പിന്നെ ആദരാഞ്ജലി അർപ്പിച്ചവർക്കും അതുപോലെ തന്നെ ഇനിയിപ്പോൾ വെച്ചിട്ട് ശവപ്പെട്ടിയിൽ കിടക്കുന്ന ചിലപ്പോൾ സീനുകളൊക്കെ ചിലപ്പോൾ വരാം. അവരോടൊക്കെ രേണു ക്ഷമിച്ചിരിക്കുന്നു. അവർക്കൊക്കെ റീച്ചിന് വേണ്ടി ചെയ്തു, ആയിക്കോട്ടെ. അതിനൊക്കെ ആരോ ചെയ്താലും ആ മകനോട് ക്ഷമിച്ചിരിക്കുന്നു എന്നാണ് രേണു പറയുന്നത്. അപ്പോൾ വലിയൊരു മനസ്സിന് ഉടമയും കൂടിയാണ്.
അപ്പോൾ ഇനിയെങ്കിലും ഇതുപോലെയുള്ള കടുംകൈകൾ ചെയ്യാണ്ടിരിക്കുക. നിങ്ങൾ സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കാണ്ടിരിക്കുക. ഇത്ര നമുക്ക് പറയുള്ളൂ. പുതിയ അപ്ഡേറ്റ് രേണുവിൻ്റെ വല്ലതും വരികയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. അതുവരെ ക്യാൻസറായി കഷ്ടപ്പെടുന്ന ബുദ്ധിമുട്ടുന്ന എല്ലാ സഹോദരന്മാർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. ഈ രോഗം ആർക്കും വരരുത് എന്ന് രേണു പറഞ്ഞ പോലെ ഞാനും പറയുന്നു. ഇത് വന്നാൽ നമുക്ക് മരണതുല്യമാണ്. പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ജീവച്ഛവമായിട്ടാണ് നമ്മൾ പിന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വേദനകൾ മാത്രം കടിച്ചമർത്തി വേദനയുടെ ഒരു ലോകത്താണ് പിന്നെ നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ രോഗം ആർക്കും വരില്ല എന്ന് പ്രാർത്ഥിക്കുന്നു.